അപ്സരയും നന്ദനയൊക്കെ കൂടി പഠിച്ച 18 പയറ്റി നോക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ജിൻഡോ ഡെന്നിൽ നിന്നും ഇറക്കി ശ്രീധുവിനെ കൊണ്ട് അത് എടുപ്പിക്കാനായിട്ട്. ഞാൻ ജിൻഡോച്ചന്റെ ഭാര്യയാണ്, നന്ദന അങ്ങേറെ മോളാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്സരയും നന്ദനയും കൂടി ഒരു ഉഗ്രം പ്രകടനം നടത്തുന്നുണ്ട്, പൊറാട്ട് നാടകം നടത്തുന്നുണ്ട് അവർ എൻട്രൻസിന്റെ അവിടെ വെച്ചിട്ട്. അടിപൊളിയായിരുന്നു കേട്ടോ, അത്യാവശ്യം എന്റർടൈൻമെന്റ് ഉണ്ടായിരുന്നു ആ ഒരു സംഭവമൊക്കെ. എങ്ങനെയെങ്കിലും ആ ഒരു ഡയമണ്ട് എടുപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് അർജുന്റെയും ശ്രീധുവിന്റെയും വക. ഈ ഒരു ഗെയിമിൽ അവരവരുടെ ഇൻഡിവിജ്വൽ ഗെയിമാണ് കളിക്കുന്നത്, അതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. അത് അവരവരുടെ കൂട്ടാളികളായിട്ട് ടണലിലുള്ളവരെ കൂട്ടി, കാരണം അവരാണ് ഇതിൻ്റെ അകത്ത് ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് ഉള്ളത്. വേറുള്ള എല്ലാവരും ഇപ്പോഴും ഗെയിമിലാണ്, ഇവരാണ് ഗെയിമിൽ ഇല്ലാത്തതായിട്ടുള്ളത്. അതുകൊണ്ടാണ് അർജുനും ശ്രീധുവും ഇവരെ കൂട്ടിയത്. ഈ സമയത്തുണ്ടല്ലോ നമ്മുടെ സാബു ഒരു കളി കളിക്കുന്നുണ്ട്. പുള്ളി പറയുന്നു എനിക്ക് കംഫർട്ട് നല്ല കുറവാണ്, റൂം മാറണം എന്നുള്ളത്, നെസ്റ്റിലോട്ട് ഞാൻ മാറാം എന്ന് പറയുന്നു ഋഷിയോട്. ആ സമയത്ത് ശ്വേത പറയുന്നുണ്ട് ജിൻഡോയും അർജുനും കൂടി നെസ്റ്റ് പോയി ക്ലീൻ ചെയ്യട്ടെ, ശ്രീധു അത് സേഫ് ഗാർഡ് ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട് ഡയമണ്ട്. ശ്രീധുവിന് അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ശ്രീധു അത് അടിച്ചു മാറ്റുമെന്ന് ഉറപ്പായ നമ്മുടെ നിധികാക്കും ഭൂതം ആ റൂമിൽ ലോക്കാക്കി കല്ലും എടുത്ത് മൈക്കിന്റെ പോക്കറ്റിലിട്ട് ഒരു ഇരിപ്പുണ്ട് അവിടെ. എന്നുവെച്ചാൽ ലോക്കാക്കി എന്ന് പറഞ്ഞാൽ ചെയർ ഇട്ട് അത് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് അവിടെ. എന്ന് വെച്ചാൽ പ്രഷർ കൊടുത്ത് അവിടെ ഇരിക്കുകയാണ് ആ ഒരു ചെയറിൽ. പുള്ളി അത് അടിച്ചു മാറ്റിയതൊന്നും അല്ല, ഒരു മൈക്കിന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ട് ആ ഒരു കല്ലിപ്പോഴും. ജിൻഡോ അത് തിരിച്ചു വെക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കള്ളത്തരവും കൂടാതെ ശ്വേതയുടെ കയ്യിൽ നിന്നും അത് മേടിച്ചെടുക്കുക എന്നതാണ് ജിൻഡോയുടെ ഗെയിം എന്നാണ് എനിക്ക് മനസ്സിലായത്. ശ്വേത അത് സമ്മാനശാല ജിൻഡോയ്ക്ക് കൊടുക്കണം. അതിനുവേണ്ടിയാണ് ജിൻഡോയ്ക്ക് ശ്വേത കൊടുത്ത ആ ഒരു ടാസ്ക് ജിൻഡോ നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സീക്രട്ട് ടാസ്ക് ആണെന്നുള്ളത് അവിടെ വേറുള്ള ആർക്കും അറിയത്തില്ല. ഇപ്പം അർജുനെയും ശ്രീധുവിനെയും കൊണ്ട് അത് തൊടിയിപ്പിക്കില്ല എന്നൊരു തീരുമാനം പുള്ളി എടുത്തിട്ടുണ്ട് എങ്കിലും പുള്ളി അത് തൊടിയിപ്പിക്കത്തില്ല. ഒരു തവണ അർജുന എടുത്ത് ഷൂവിൽ ഒളിപ്പിക്കാൻ നോക്കി ജിൻഡോ പൊക്കിയതാണ്. അത് അവരുടെ ഗെയിമാണ്, ശുദ്ധമായിട്ട് അവരുടെ ഗെയിമാണ്. ജിൻഡോയുടെ ഗെയിം കളിക്കുന്നു. പക്ഷെ ജിൻഡോയുടെ ഗെയിമിൽ കള്ളത്തരമില്ല. ഇത് ശ്വേത ജിൻഡോയ്ക്ക് തന്നെ കൊടുക്കും എന്നാണ് എനിക്കും തോന്നുന്നത്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജിൻഡോയുടെ ഭാഗത്തു നിന്നും. ആ ഒരു ചെയർ ഗ്ലാസ് ഡോറിനോട് ഒട്ടിച്ചു വെച്ച് പ്രഷർ കൊടുത്ത് ജിൻഡോ ഇപ്പോഴും അവിടെ ഇരിക്കുകയാണ്. ഡെൻ റൂം പൂട്ടിയിരിക്കുകയാണ്, ആർക്കും പ്രവേശനമില്ല. കണ്ടറിയാം കളികൾ എങ്ങനെയൊക്കെ മാറി മറിയുമെന്ന്. അലക്സാണ്ട്ര രാജകുമാരി തീരുമാനിക്കും ഈ ഒരു കേസിൽ എന്ത് നടക്കും എന്നുള്ളത്. കല്ല് ജിൻഡോയ്ക്ക് തന്നെ കിട്ടുമോ അതോ അർജുന് കിട്ടുമോ, ആർക്ക് കിട്ടും എന്നൊക്കെ അലക്സാണ്ട്ര രാജകുമാരി തീരുമാനിക്കും. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.